പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യയുമായും പാകിസ്ഥാനുമായുമുള്ള ബന്ധം മാറ്റമില്ലാതെ തുടരുന്നുവെന്നും നയതന്ത്രജ്ഞർ ഇരു രാജ്യങ്ങളോടും പ്രതിജ്ഞാബദ്ധരാണെന്നും വാഷിംഗ്ടൺ വീണ്ടും ഉറപ്പിച്ചു. ഇത് ഇന്ത്യയെ തകർക്കാനുള്ള അമേരിക്കയുടെ പുതിയ നീക്കമാണോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. പാകിസ്ഥാനുമായി രഹസ്യബന്ധം തുടരുന്ന അമേരിക്ക ഇന്ത്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മാറ്റമില്ലാതെ തുടരുന്നു എന്നത് വെറുതെ പറയുന്നതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇന്ത്യയെ ഭയന്നിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള അഭിപ്രായം ഉന്നയിച്ചതെന്നും പറയുന്നു. 2 മാസത്തിനിടെ തന്റെ രണ്ടാമത്തെ US സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇന്ത്യക്കെതിരെ ഒരു ആണവ യുദ്ധം ആരംഭിക്കുമെന്ന്, ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. മൂന്നാമത്തെ ഒരു രാജ്യത്തിനെതിരെ US മണ്ണിൽ നിന്ന് ഉയർന്നു വന്നതായി അറിയപ്പെടുന്ന ആദ്യത്തെ ആണവ ഭീഷണിയായിരുന്നു ഈ പരാമർശങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിരാമത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം സംബന്ധിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ആവർത്തിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് അടുത്തിടെ ഉണ്ടായ സൈനിക സംഘർഷത്തെ തുടർന്ന് ആ ദുരന്തം തടയുന്നതിൽ വാഷിംഗ്ടൺ പങ്കാളിയായത് വളരെ അഭിമാനകരമായ നിമിഷമാണെന്നും വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായപ്പോൾ അത് വളരെ ഭയാനകമായ ഒന്നായി വളരുമായിരുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഉടനടി ആശങ്കയും നീക്കവും പ്രകടിപ്പിച്ചു. അവർ വ്യക്തമാക്കി, ഫോൺ കോളുകളുടെ സ്വഭാവവും ആക്രമണങ്ങൾ തടയാൻ ഞങ്ങൾ ചെയ്ത പ്രവർത്തനവും ഞങ്ങൾ വിവരിച്ചു. ശാശ്വതമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്നു. സെക്രട്ടറി റൂബിയോ, വൈസ് പ്രസിഡന്റ് വാൻസ്, ഈ രാജ്യത്തെ ഉന്നത നേതാക്കൾ എന്നിവർ ആ സാധ്യതയുള്ള ദുരന്തം തടയുന്നതിൽ പങ്കാളികളായത് വളരെ അഭിമാനകരമായ നിമിഷമാണെന്ന് ബ്രൂസ് കൂട്ടിച്ചേർത്തു. അസിം മുനീറിന്റെ ട്രംപുമായുള്ള സമീപകാല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ട്രംപിനും പ്രധാനമന്ത്രി മോദിയുമായുള്ള ബന്ധത്തിന്റെ ചിലവിൽ പാകിസ്ഥാനുള്ള സഹായവും ആയുധ വിൽപ്പനയും US വർദ്ധിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇരു രാജ്യങ്ങളുമായുള്ള US ബന്ധം മാറ്റമില്ലാതെ തുടരുന്നു, നല്ലത്. നയതന്ത്രജ്ഞർ 2 രാജ്യങ്ങളോടും പ്രതിജ്ഞാബദ്ധരാണെന്നും ബ്രൂസ് അഭിപ്രായപ്പെട്ടു. ചൊവ്വാഴ്ച ഇസ്ലാമാബാദിൽ സ്ഥാപിതമായ US പാകിസ്ഥാൻ ഭീകരവിരുദ്ധ സംഭാഷണത്തെക്കുറിച്ചും അവർ സംസാരിക്കുകയും ചെയ്തു. ഇസ്ലാമാബാദിൽ നടന്ന ഏറ്റവും പുതിയ റൗണ്ട് ചർച്ചകളിൽ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെ ചെറുക്കുന്നതിനുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത അമേരിക്കയും പാകിസ്ഥാനും വീണ്ടും ഉറപ്പിച്ചു. തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ USഉം പാകിസ്ഥാനും ചർച്ച ചെയ്തു എന്ന് അവർ പറഞ്ഞു. മേഖലയ്ക്കും ലോകത്തിനും ഈ 2 രാജ്യങ്ങളുമായും US പ്രവർത്തിക്കുന്നത് ഒരു നല്ല വാർത്തയാണ്. അത് പ്രയോജനകരമായ ഒരു ഭാവിയെ പ്രോത്സാഹിപ്പിക്കും, അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2 മാസത്തിനുള്ളിൽ മുനീർ 2ാം തവണയാണ് US സന്ദർശിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ജൂണിൽ ട്രംപുമായുള്ള സ്വകാര്യ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഈ യാത്ര. USലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വവുമായുള്ള ഉന്നതതല യോഗങ്ങൾക്കായി മുനീർ ഞായറാഴ്ച വാഷിംഗ്ടണിലെത്തി. അതേസമയം UN സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നുവെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ 2026 ഡിസംബർ 31-ന് യുനെസ്കോയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയതിനു ശേഷം വിഭാഗീയ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളെ യുനെസ്കോ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള നടപടിയിൽ അമേരിക്ക ഫസ്റ്റ് വിദേശ നയവുമായി പൊരുത്തപ്പെടുന്നതല്ല യുനെസ്കോയുടെ പ്രവർത്തനങ്ങളെന്നും തീരുമാനം അറിയിച്ച US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വിവരിക്കുകയും ചെയ്തിരുന്നു. യുനെസ്കോയ്ക്ക് ഇസ്രായേലിനോട് പക്ഷപാതിത്വമുണ്ട് ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ടായിരുന്നു. പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചതിനുള്ള യുനെസ്കോയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടും ബ്രൂസ് എടുത്തു പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.